ഹോർമസിൽ ഒരു അറ്റാക്ക് ഉണ്ടായി. ബാബൽ അൽ മന്ദേബിലും വേറൊരു അറ്റാക്ക് ഉണ്ടായി. അത് ഹൂത്തീസ് ചെയ്തതാണ്. ഇതില് പിന്നെ പക്ഷെ ഈ 2 അറ്റാക്സ് കൊണ്ട് ഇവിടെ ഇപ്പോഴുള്ള സ്ഥിതി വഷളിച്ചു എന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. ട്രംപ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഹോർമുസ് അമേരിക്കയുടെ കൺട്രോളിലാണെന്ന്. അത് ശരിയല്ല. 2, അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ ഇത് പെട്ടെന്ന് ഈ കാര്യം തീർക്കണമെന്ന് ആഗ്രഹമില്ല. ഇറാന്റെ എക്കോണമി വളരെ മോശമായ നിലയിലാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. ടേബിളിലേക്ക് വരാൻ അല്ലാതെ വേറെ രക്ഷയില്ലെന്ന്. അപ്പോൾ എനിക്കത് കാത്തു നിൽക്കാം. തന്നെയുമല്ല, ഈ പബ്ലിക് സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, അതെല്ലാം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അദ്ദേഹത്തിന് അത് അസുഖം ഉണ്ടാക്കുന്നില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം ഇതുവരെ എടുത്തിരിക്കുന്നത്. അതേസമയത്ത് തന്നെ പാകിസ്ഥാനും ഖത്തറും വളരെയേറെ ശ്രമിക്കുന്നുണ്ട് ഈ നെഗോഷിയേഷൻസ് പുനരാരംഭിക്കാൻ. അപ്പോൾ 2-3 സിനാരിയോസ് ഉണ്ട്. ഒന്ന്, ട്രംപ് മിക്കവാറും ഇറാൻ ചോദിക്കുന്ന കൺസെഷൻസ്, അതായത് ഇറാൻ ചോദിക്കുന്ന ബ്ലോക്കേഡ് നിർത്തുക, ഇറാൻ ഓയിൽ ട്രേഡ്സിന് എതിരായിട്ടുള്ള സാങ്ഷൻസ് റിവോക്ക് ചെയ്യുക, പിന്നെ ഇറാന്റെ ഫോഴ്സ് ആൻഡ് ഫണ്ട്സ് റിലീസ് ചെയ്യുക, മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ. അതാണ് ഇറാൻ ചോദിക്കുന്നത്. കാരണം അതെല്ലാം ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാണ്. അപ്പോൾ ഒരു സിനാരിയോ ഉള്ളത്, ട്രംപ് ഈ 3 കാര്യങ്ങളിൽ 1 or 2 ചെയ്തേക്കും. അപ്പോൾ സംഭാഷണങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു സാധ്യതയുള്ളത്, ഇറാന്റെ എക്കോണമിയെ പറ്റി പറഞ്ഞല്ലോ, അത് സഹിക്കാനുള്ള എന്താ പറയുക കരുത്ത് അവർക്കുണ്ട്. പക്ഷെ അത് വളരെ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇറാനും തോന്നിയേക്കാം, ശരി കുറച്ച് കൺസെഷൻ കാണിക്കണമല്ലോ. അപ്പൊ ഇറാൻ കാണിക്കാൻ സാധിക്കുന്ന ഒരു കൺസെഷൻ വളരെ സിമ്പിളാണ്. ഈ ന്യൂക്ലിയർ മാറ്ററിനെ പറ്റി മറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതിന് ശേഷമേ സംസാരിക്കേണ്ട ആവശ്യമുള്ളതെന്നാണ് MOU പറയുന്നത്. അല്ലാതെ ഇറാന് ഒരു കൺസെഷൻ കൊടുക്കാൻ ഞങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ തന്നെ സംസാരിക്കാൻ തയ്യാറാണ്. അപ്പൊ അതൊരു ഇത്. പിന്നെ വേറൊരു സിനാരിയോ ഉള്ളത്, ഒന്ന്, ട്രംപ് ഒരു ദേഷ്യക്കാരനാണ്. അപ്പോൾ ഉടനെ ബോംബ് ചെയ്യാനൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള സിനാരിയോ നെതന്യാഹു. അദ്ദേഹത്തിന് ഈ യുദ്ധം ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള യുദ്ധമാണ് വേണ്ടത്. അപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഇസ്രായേലിനെ ശക്തിയായിട്ട് ആക്രമിക്കുകയാണെങ്കിൽ ട്രംപിന് പറയാൻ സാധിക്കും, നമ്മുടെ ഇസ്രായേൽ ഡേഞ്ചറിലാണ്, അപ്പോൾ ഇറാനെ ആക്രമിക്കണം. അപ്പൊ അതിന് കൂടുതൽ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷെ എൻ്റെ ഗസ് ഇതാണ്, അടുത്ത് തന്നെ സംഭാഷണങ്ങൾ ഉണ്ടാകും. ട്രംപാണ് സംഭാഷണത്തിന്റെ ആവശ്യം. അപ്പൊ അദ്ദേഹം കുറച്ച് കൺസെഷൻസ് കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പരിഹാസ ഭീഷണിയൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ കൂടുതൽ ഇറാന് മേൽ സാമ്പത്തികമായുള്ള കൂടുതൽ ഞെരുക്കങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നമുക്കറിയാം. വർഷങ്ങളായി തന്നെ സാമ്പത്തിക ഉപരോധം ഇറാന് മേൽ ഈ അമേരിക്ക നടത്തി വരികയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ കടുപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിൽ ഈ ഭീഷണിയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഴക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ സമാധാന ചർച്ചകളൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകാം? ഒന്നാമത് പറയാനുള്ളത്, ഇനി കൂടുതൽ സാങ്ഷൻസ് ട്രംപിന് ചെയ്യാൻ പറ്റില്ല. അറ്റ്മോസ്റ്റ് സാങ്ഷൻഡ് ആണ് ഇറാൻ. മനസ്സിലായില്ലേ? ഇനി കുറച്ചു പേരുടെ ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് എന്താ പറയുക ബ്ലാക്ക് ലിസ്റ്റ് ഇടാം. പക്ഷെ അതൊന്നും കാര്യമായിട്ടുള്ള കാര്യമല്ല. അതൊന്ന്. രണ്ടാമത്, ട്രംപിന്റെ സംസാരം ഒരു ഡിപ്ലോമാറ്റിക് റെസൊല്യൂഷൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംസാരമല്ല. അദ്ദേഹം എപ്പോഴും ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ
ഇറാൻ അതിന് ഉത്തരമായിട്ട് ഇറാനും എൻ്റെ അഭിപ്രായത്തിൽ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പുതിയ റസായി എന്ന് പറഞ്ഞ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി പറഞ്ഞു, ഇനി നമുക്ക് വേണമെങ്കിൽ എതിരാളിയുടെ മണ്ണിൽ പോയി എതിരാളിയെ ആക്രമിക്കാനുള്ളത് എങ്ങനെയാ ചെയ്യാനുള്ളത് അതും കൂടി നോക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇറാനും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഇറാൻ ചെസ് കളിച്ചുമാണ്, അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പോക്കർ കളിച്ചുമാണ്. ഇപ്പൊ ഇറാനും കുറച്ച് പോക്കർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇറാന്റെ താല്പര്യങ്ങൾക്ക് നല്ലതല്ല. ഈ ട്രംപിനോട് വളരെ സൂക്ഷിച്ചു വേണം പെരുമാറാൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന്റെ എല്ലാ പൊതു പ്രസ്താവനകളും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗൾഫ് മേഖലയിലെ ഒരു സാഹചര്യമൊക്കെ നിലവിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇവിടേക്ക് ഒരു സമാധാനം, ഇനിയിപ്പോൾ കൂടുതൽ ഈ യുദ്ധം രൂക്ഷമാകാത്ത സാഹചര്യമൊക്കെയാണ് ഉള്ളതെങ്കിൽ ഈ ഗൾഫ് മേഖലയും ഒക്കെ ശാന്തതയിലേക്ക് പോകുമല്ലേ? ശാന്തതയിലേക്ക് പോകും. പക്ഷെ ശരിക്കും ശാന്തത പുനഃസ്ഥാപിക്കണമെങ്കിൽ ഒരു പീസ് എഗ്രിമെന്റ് വേണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് നൈദർ പീസ് നോർ വാർ ബട്ട് ഓൾവേസ് ത്രെറ്റ്സ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സ്ഥിതി മാറാണ്ട് ഗൾഫ് മേഖലയിലെ ഇക്കോണമിയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കോ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ഒരു 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 10 മില്യൺ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അവരെയും അത് ബാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.